ഇന്ന് നമ്മൾ മുഖം വെളുക്കാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രക്തചന്ദനത്തിൻ്റെ പൗഡറാണ് കേട്ടോ. റെഡ് സാൻഡൽ വുഡിൽ അതിൻ്റെ പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിനായിട്ട്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് 50 രൂപയാണ് കേട്ടോ വാങ്ങിയപ്പോൾ. ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. മുഖത്തിന് നല്ല നിറം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഒരു സ്പൂൺ പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിന്. എല്ലാത്തരം സ്കിൻ ടൈപ്പുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ. ഡ്രൈ സ്കിന്നുകാർക്ക് വല്ലാതെ ഡ്രൈ സ്കിന്നാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ കാഴ്ച കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുരട്ടി കൊടുക്കാം. ഓയിലി സ്കിന്നാണെങ്കിൽ ഇതിൽ നമുക്ക് സാധാരണ വാട്ടർ ഒഴിച്ചിട്ട് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് പറ്റാവുന്നതാണ് കേട്ടോ. ഇനി കൂടുതൽ നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ തൈര് ഉപയോഗിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടുന്ന അത്രയ്ക്ക് തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു ബ്ലാക്ക് നിറം പോലെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തടി, അതായത് ആ സാൻഡൽ വുഡ് വാങ്ങാനും കിട്ടും കേട്ടോ. വുഡാണ് നമ്മുടെ കയ്യിലെങ്കിൽ നമ്മളതിങ്ങനെ അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. തൈരിൽ സിങ്ക്, വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലതാണ് കേട്ടോ. ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണ്, പുറമെ പുരട്ടാനും വളരെ നല്ലതാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ രക്തചന്ദനത്തിൻ്റെ പൊടിയും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തരി പോലും ഇല്ല കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് പുരട്ടി കൊടുക്കാം. പത്ത് മിനിറ്റ് സമയമൊക്കെ നമുക്കിത് ഒന്ന് ഡ്രൈ ആവുന്നത് വരെയാണ് നമുക്ക് വെച്ചിരിക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ടൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. ഇത് നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പൗഡറും അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തും കഴിഞ്ഞും നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. അതും നല്ലത് തന്നെയാണ്. ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ രക്തചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ മാത്രമല്ല ശരീരം മുഴുവൻ തേക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. ചെറിയ പ്രാണികളൊക്കെ കുത്തിയിട്ടുണ്ടാകുന്ന ആ ഒരു ചെറിയ ക്ഷതങ്ങളും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അല്പം എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് അവിടെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ വളരെ നല്ലതാണിത്. ഒരു കെമിക്കലുമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ചില വീടുകളുടെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന മരമാണ് ഈ രക്തചന്ദനത്തിൻ്റെ മരം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു ചെറിയ പീസ് അങ്ങോട്ട് കത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടായാലും നമുക്ക് ഉണക്കി അത് അരച്ചെടുത്ത് കഴിഞ്ഞിങ്ങനെ പുരട്ടാവുന്നതാണ്. യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ല കേട്ടോ. ഒരിക്കലും ഉപയോഗിച്ച് നോക്കിയാലാണ് നമുക്കറിയുള്ളൂ. നമ്മൾ വിചാരിച്ച് പോകണ്ട ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇത് വെളുക്കില്ലേ എന്നുള്ളൊരു ഒരു സംശയവും വേണ്ട കേട്ടോ. കാരണം നല്ല നിറം വയ്ക്കുന്നതായിരിക്കും. പിന്നെ ഈ ചന്ദനത്തിൻ്റെ പൗഡറുകൾ എന്ന് പറയുന്നത് തന്നെ വളരെ തണുപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പുരട്ടുമ്പോൾ വളരെ സുഖമാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു നീറ്റലോ പുകച്ചലോ ഒന്നും തോന്നുന്നില്ല. കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ പുരട്ടുമ്പോൾ ആദ്യമായിട്ട് പുരട്ടുമ്പോൾ ഒരു നീറ്റലും പുകച്ചലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ല കേട്ടോ. ഒട്ടും തന്നെ അങ്ങനെയുള്ള ഒരു നീറ്റലും പുകച്ചലും ഒന്നും തന്നെ തോന്നുന്നില്ല. ഈ ആഴ്ചയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് പുരട്ടുന്നത്. പക്ഷെ നമുക്ക് ഒരു ഇതുപോലെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നതിന് മുൻപ് ഒരു 3-4 ദിവസം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. കൈകാലുകളിലൊക്കെ പുരട്ടാണെങ്കിൽ പുരട്ടാം. നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ പുരട്ടാണെങ്കിൽ ശരീരം മുഴുവൻ പുരട്ടാണെങ്കിലും പുരട്ടാം കേട്ടോ. നല്ല തണുപ്പ് കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല കേട്ടോ. കെമിക്കൽ ചേർത്തിട്ടുള്ള എന്തെങ്കിലും പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. ചിലർക്ക് പറ്റില്ല, ചിലർക്ക് പറ്റും, അങ്ങനെയൊക്കെയാണ്. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം വരുന്ന കാര്യങ്ങളല്ല. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് സമയമൊക്കെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. വീട്ടമ്മമാരായിക്കോട്ടെ, ജോലി ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ, ആരായാലും നമ്മൾ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ. അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. അതൊരു ഹാപ്പിനെസ് കൂടിയാണ് അല്ലേ. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കാതെ കുറച്ച് സമയമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റോ എത്ര സമയമാണോ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഇതൊന്ന് ഡ്രൈ ആയി വരാനായിട്ട് എടുക്കുന്ന ആ സമയം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അങ്ങനെ ഉണങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫേസൊക്കെ ഡ്രൈ ആയിപ്പോൾ നമ്മൾ കഴുകി വന്നിട്ടുണ്ട്. നല്ലൊരു നിറമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.